ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചിരട്ട വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്താ ചിരട്ട എടുത്തിട്ടുണ്ട്. അത്യാവശ്യം റൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പുറം ഭാഗമൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇതുപോലൊരു സ്റ്റീലിന്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. പുതിയ സ്റ്റീലിന്റെ സ്ക്രബ്ബർ ഒന്നും വേണമെന്നില്ല. ഉപയോഗിച്ചിട്ട് കളയാറായ സ്റ്റീലിന്റെ സ്ക്രബ്ബറൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഇതിനോട്ട് എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ സാൻഡ് പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉരച്ചു കൊടുത്താലും മതി. ഇനിയിപ്പം ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ഒന്ന് ചുരണ്ടി കൊടുത്താലും മതി. ആ ഒരു പൊടിയൊക്കെ ഒന്ന് മാറി കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സ്റ്റിക്കാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ബാംബൂ സ്റ്റിക്കാണ് കേട്ടോ. ഇത് നമുക്ക് 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ 4ഉം ഒരേ സൈസിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തെടുത്ത ചിരട്ട എടുത്തതിന് ശേഷം അതിന്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതുപോലെ തന്നെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ഈ ഒരു 2 സ്റ്റിക്കിന്റെയും സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 3ാമത്തെ സ്റ്റിക്കും ഒട്ടിച്ചെടുക്കാം. ഇനി ഇപ്പം നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ഈ ഒരു സ്റ്റിക്കിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ നമുക്ക് 4ാമത്തെ സ്റ്റിക്കും ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഒരേ ഗ്യാപ്പിൽ നമുക്ക് 4 സ്റ്റിക്കും ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുത്ത സ്റ്റിക്കൊക്കെ പെട്ടെന്ന് ഇളകിപ്പോകാതിരിക്കാനും ഇതിനെ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാനുമായിട്ട് ഞാൻ ഇതുപോലുള്ള ത്രെഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ ഒരു നമ്മൾ ഒട്ടിച്ചു കൊടുത്ത സ്റ്റിക്കിന്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഒരു 4ഓ 5ഓ ലെയർ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നല്ലൊരു ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ കയ്യിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇനി ചിരട്ടയൊക്കെ കിട്ടുകയാണെങ്കിലേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്റ്റഡി ടേബിളിലും പിന്നെ ഷോക്കേസിലൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചിരട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ് കേട്ടോ. ഇതിപ്പം വലിയ ആഴമില്ലാത്ത ചിരട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ചിരട്ടയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലുള്ള ഇടിയപ്പം സ്റ്റീമറൊക്കെ ഉണ്ടാവണം എന്നില്ല അല്ലേ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള ചിരട്ടകൾ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ കഷ്ടപ്പെട്ട് പിഴിഞ്ഞെടുക്കുകയാണ്, കൈയൊക്കെ വേദനിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം വാങ്ങിച്ചോളൂ കേട്ടോ. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചിരട്ടയിലൊക്കെ ആയിട്ട് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. പിന്നെ നിങ്ങൾ ഇതിനെടുക്കുന്ന ചിരട്ട നന്നായിട്ട് കഴുകണം കേട്ടോ. ഉൾഭാഗം പിന്നെ അതുപോലെ തന്നെ പുറം ഭാഗത്ത് അതിന്റെ നാരുകളൊക്കെ ഉണ്ടാവും. പരമാവധി നാരുകളൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് വേണം ഇതിനെടുക്കാനായിട്ട്. പിന്നെ ഇതിലോട്ട് എണ്ണ തടവി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇടിയപ്പം ഇതിലോട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 3 ചിരട്ടയാണ്. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ചിരട്ടയുടെ എണ്ണവും കൂട്ടാം. അങ്ങനെ എണ്ണയൊക്കെ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊക്കെ നമുക്ക് ചിരയ്ക്ക് തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഇടിയപ്പത്തിൽ തേങ്ങ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇടിയപ്പത്തിന്റെ മാവൊക്കെ കുഴച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മാവൊക്കെ കുഴക്കാനായിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ, അപ്പോൾ അതാണ് പ്രത്യേകിച്ച് കാണിക്കാഞ്ഞത്. ഇനി നമുക്ക് ഈ ഒരു ചിരട്ടയിലോട്ട് ഇടിയപ്പത്തിന്റെ മാവ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുകളിൽ വരെ പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള 2 ചിരട്ടകളും ചെയ്തെടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു അരിപ്പപാത്രമാണ്. നമ്മുടെ ചോറൊക്കെ ഊറ്റാനായിട്ട് എടുക്കാറില്ലേ, അതാണ് കേട്ടോ ഇത്. ഇനി ഇതിന്റെ ഉൾഭാഗത്തായിട്ട് മാവ് പിഴിഞ്ഞു വെച്ച ചിരട്ടകൾ ഓരോന്നായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ 3 ചിരട്ടയോളം മാത്രമേ കൊള്ളുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 3 ചിരട്ട മാത്രം എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വലിയ അരിപ്പപാത്രമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ കൊള്ളുന്ന രീതിയിൽ ചിരട്ടകളൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയം കൊണ്ട് തന്നെ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു പാത്രത്തിന്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ ചിരട്ടയിൽ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ നല്ലൊരു നാടൻ ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ആ ഒരു ചിരട്ടയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് ഉണ്ടല്ലോ, അത് നമുക്ക് ഇടിയപ്പം കഴിക്കുന്ന ടൈമിൽ നന്നായിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ടൈമില്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ പ്ലേറ്റിലോട്ടൊന്ന് കമഴ്ത്തി വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് നമ്മൾ എണ്ണ തടവി കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇടിയപ്പത്തട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചിരട്ടയിൽ ഇതുപോലെ മാവ് പിഴിഞ്ഞെടുത്തതിന് ശേഷം ചോറ് ഊറ്റുന്ന അരിപ്പയിലിട്ട് ആവി കയറ്റി എടുത്താൽ മതി. ഒരു 3-4 ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം.
പിന്നെ നല്ലൊരു ഫ്ലേവറും സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ചിരട്ടക്കരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചിരട്ട കത്തിക്കുന്ന ടൈമിൽ അത് നന്നായിട്ട് കത്തിപ്പോവാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അംശമാണ് കേട്ടോ ഇത് കാണുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആണ്. നിങ്ങൾ ഏതാണോ ഡിഷ് വാഷിംഗ് ലിക്വിഡ് യൂസ് ചെയ്യാറുള്ളത് അത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. 1-2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കരി പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ അത് ഇത് വെച്ചിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇത് കരി ആയതുകൊണ്ട് തന്നെ നമ്മൾ തേച്ച് ഉരച്ച് കഴുകുന്ന ടൈമിൽ നമ്മുടെ കൈയുടെ നഖത്തിന്റെ സൈഡിലൊക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതങ്ങനെ തന്നെ കറുപ്പായിട്ട് കിടക്കൂട്ടാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്ലൗസ് ഇടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കാനും പറ്റും. നമ്മുടെ കൈയൊക്കെ ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇത് ഹാർഡായിട്ടുള്ള സ്റ്റീൽ സ്ക്രബർ വെച്ചിട്ടൊന്നല്ല ഉരക്കുന്നത്. സാധാരണ സ്പോഞ്ചാണ് കേട്ടോ. ഇത് അത്ര വലിയ കട്ടിയൊന്നും ഇല്ലാത്തതാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു ചിരട്ടക്കരിയിൽ നമ്മൾ പൊടിച്ചെടുക്കുന്ന ടൈമിൽ അത്യാവശ്യം തരിതരിപ്പുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ എത്ര കരി പിടിച്ച പാത്രങ്ങൾ പോലും ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു ചിരട്ട എടുത്തിട്ടുണ്ട്. ഇതിന്റെയും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ പുറം ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അടിഭാഗത്തായിട്ട് ഞാൻ ഹോൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലൊരു ത്രെഡാണ്. ഇത് നമുക്ക് ഒരേ വലിപ്പത്തിലുള്ള 4 പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി 4 ചിരട്ടകളും ചേർത്തിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ അടിഭാഗത്ത് നിന്ന് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് കേട്ടോ കെട്ടിക്കൊടുക്കുന്നത്. ഇനി നമ്മൾ കെട്ടിട്ട് കൊടുത്തതിന്റെ അടിഭാഗത്തുള്ള നൂലുണ്ടല്ലോ, അതിന്റെ ഇഴകളൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള നൂലുകളും ചെയ്തെടുക്കാം. ഇനി ഈ ഒരു നൂല് നന്നായിട്ടൊന്ന് വിടർന്ന് കിട്ടാനായിട്ട് ഇതുപോലൊരു ചീപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുകയാണ്. പിന്നെ ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നൂലിന്റെ അടുത്ത ഭാഗം ഇതുപോലെ ചേർത്തൊന്ന് പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുകയാണ്. ഒരു ഹൂക്കിന്റെ ഷേപ്പിലോട്ട് ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് വേറൊരു നൂലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കണം കേട്ടോ. പിന്നെ ആ ഒരു നൂല് വെച്ചിട്ട് തന്നെ നമ്മൾ ചുരുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ഹൂക്ക് പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇതുപോലെ ഉൾഭാഗത്തോടി വലിച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ട് അതും ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഞാനിത് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അവസാനം ആ ഒരു നൂല് തന്നെ അടിഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് നമുക്ക് തൂക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നൂലിന്റെ ഒക്കെ ഉൾഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു ചിരട്ട വെച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് വെച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നല്ലൊരു ഹാങ്ങിങ് പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മണ്ണൊക്കെ നിറച്ചിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചെടികളൊക്കെ നട്ടു കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ എന്റെ കയ്യിലൊരു ചെറിയൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇതിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെടികളൊക്കെ നട്ടു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് നല്ലൊരു ഹാങ്ങിങ് പോട്ടായിട്ട് നമ്മുടെ ചിരട്ട യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ അത്യാവശ്യം വലുപ്പമുള്ള ചിരട്ട എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. എന്നാൽ മാത്രമേ മണ്ണൊക്കെ നിറച്ചിട്ട് നമുക്ക് ചെടികളൊക്കെ നട്ടു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചിരട്ടയിലോട്ട് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ പെയിന്റ് ഒക്കെ അടിക്കുമ്പോഴും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒത്തിരി ചിരട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിരട്ട വെച്ചുള്ള ടിപ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പൊ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.